नमस्ते बच्चों, सभी का स्वागत है हिंदी ई गुरु में. അപ്പോൾ നമ്മുടെ +2 എക്സാം ഇങ്ങ് അടുത്തെത്തിയല്ലോ മക്കളെ. മാത്സും ഉണ്ട്, അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ 12-ാം തീയതി നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായി, എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? എല്ലാ ചാപ്റ്റേഴ്സൊക്കെ നോക്കിയോ? നമ്മളെല്ലാറ്റിനെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീപ്പായിട്ടുള്ള വീഡിയോ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷൻസും എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട് കേട്ടോ, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ 15 ചാപ്റ്റേഴ്സിൻ്റെയും 1 മാർക്കിന് 2 മാർക്കിന് വരുന്ന അല്ലേ 1 വേർഡ്സും അതേപോലെ തന്നെ ഒരു 2-3 സെൻറ്റൻസ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ, അതായത് ഇത്രയും നമ്മുടെ 15 ചാപ്റ്റേഴ്സിൻ്റെയും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള, എക്സാമിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ഇത് മാം അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നേരെ നമ്മുടെ ഇതിലോട്ട് കിടക്കാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മാതൃഭൂമി അതിൽ തന്നെ തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ, അതിൽ മാതൃഭൂമിയിൽ അതിൻ്റെ 1 വേർഡും അതേപോലെ തന്നെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റത്തേതാണ്, നമുക്കറിയാം മാതൃഭൂമി കിസ് വിധാക്കി രചന ഹെ. മാതൃഭൂമി ഏത് വിധയാണ്? ഒരു സംശയവുമില്ല, അത് കവിതയാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാതൃഭൂമി കിസ്കി രചന ഹെ. ആരുടെ രചനയാണ് മാതൃഭൂമി എന്നുള്ളത്? മൈഥിലി ശരൺ ഗുപ്തജീൻ്റെ. അപ്പോൾ മൈഥിലി ശരൺ ഗുപ്തജീൻ്റെ മാതൃഭൂമി ഒരു കവിതയാണ്. ഇനി മാതൃഭൂമി ക പരിധാൻ ക്യാ ഹെ? നീലാംബർ. അപ്പോൾ നീലാംബർ അല്ലേ, നീലാംബർ അതായത് നീല ആകാശമാണ് നമ്മുടെ മാതൃഭൂമിയുടെ വസ്ത്രം എന്ന് പറയുന്നത്. ഇനി മാതൃഭൂമിക്ക് മുക്കുട്ട് ക്യാ ഹെ? എന്താണ് മാതൃഭൂമിയുടെ മുക്കുട്ട്? മുക്കുട്ട് എന്ന് പറഞ്ഞാൽ കിരീടം. കിരീടം എന്താണ്? സൂര്യചന്ദ്ര അല്ലേ, സൂര്യ ഒരു ചന്ദ്രൻ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. മാതൃഭൂമിയുടെ തലയിലല്ലേ നമ്മുടെ കിരീടം ധരിക്കുക, നമ്മുടെ തലയ്ക്ക് മുകളിൽ എന്താണ്? അതെ, സൂര്യചന്ദ്രന്മാർ. യെസ്. ഇനി മാതൃഭൂമിക്ക് കർദനി. കർദനി മാനെ മേഖല, അതൊരു സമാനാർത്ഥി ശബ്ദമാണ്. കർദനി എന്നുള്ളതും മേഖല എന്നുള്ളതും കേട്ടോ, അരഞ്ഞാണമാണ്. അതെന്താ അരഞ്ഞാണം? എന്താ? യെസ്, സമുദ്ര രത്നാകറാണ് അല്ലേ. താഴെയല്ല അരഞ്ഞാണം, അപ്പോൾ താഴെയല്ലേ സമുദ്രം അല്ലെങ്കിൽ രത്നാകർ. യെസ്. ഇനിയോ മാതൃഭൂമിക്ക് ആഭൂഷൺ ക്യാ ക്യാ ഹെ? മാതൃഭൂമിയുടെ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന എന്താണ് മാതൃഭൂമി? അതെ, ഫൂലോർ താരെ, പൂക്കളും നക്ഷത്രങ്ങളുമാണ്. ഓക്കെ, അതും ക്ലിയർ ആയില്ലേ? ഇത്രയും നേരം നമ്മൾ 1 മാർക്കിൻ്റെ, അതായത് 1 മാർക്കിന് എങ്ങനെ ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് എങ്ങനെ എഴുതാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി 2 മാർക്കിന് കേട്ടോ, അതിന് ഹം കേസേ ബഡേ ഹുയേ, എങ്ങനെയാണ് നമ്മൾ വലുതായത്? എങ്ങനെയല്ലേ വലുതാവാൻ പഠിച്ചത്? എങ്ങനെയാണ് നമ്മൾ? യെസ്, മാതൃഭൂമിക്ക് രജുമയും ലോട്ട് കർ ബഡേ ഹുയേ ഹെ. മാതൃഭൂമിയുടെ പൊടിയിൽ നമ്മൾ എന്ത് ചെയ്തു? ലോട്ട് ഉരുണ്ടുകൊണ്ടാണ് നമ്മൾ വലുതാവാൻ പഠിച്ചത്. ഇനി എങ്ങനെയാണ് കേസ് ഖട ഹോനെ സീഖാ ഹെ? എങ്ങനെയാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്? എങ്ങനെയാണ്? യെസ്, മാതൃഭൂമിക്ക് രജ്മേ ഘുട്ടനോ കേവല പർ സരക്ക് കർ ഹംനെ ഖട ഹോന സീഖാ ഹെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ആദ്യം കാൽമുട്ടിൽ ഇഴഞ്ഞിഴഞ്ഞാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്. നമ്മൾ പ്രസവിച്ച ഉടനെ തന്നെ നമ്മുടെ അമ്മ നമുക്ക് ജന്മം നൽകിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓടുമായിരുന്നോ? അല്ല അല്ലേ, കാൽമുട്ടിലൊക്കെ ഇഴഞ്ഞ് പതിയാണ് നമ്മൾ എന്ത് ചെയ്തത്? നിൽക്കാൻ പഠിച്ചത്. ഇനിയോ കവിനെ മാതൃഭൂമി കാ വർണ്ണൻ കിസ് പ്രകാർ കിയാ? എങ്ങനെയാണ് നമ്മളെ കവി മാതൃഭൂമിയെ വർണ്ണിച്ചത്? യെസ് മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത്രയും കാര്യങ്ങൾ 1 മാർക്കിനും 2 മാർക്കിനുള്ള ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാം വളരെ വളരെ ഈസിയായി മാറും. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസിയായി മാറും. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. മാതൃഭൂമി വർണ്ണന എങ്ങനെയാണ്, മാതൃഭൂമി എങ്ങനെയാണ് വർണ്ണിച്ചത് നമ്മുടെ കവി എന്നുള്ളത്. മാതൃഭൂമിക്ക് ഹരിത തടപ്പറി, പച്ചയായ തീരത്ത് നീലരംഗക്ക വസ്ത്ര ശോഭിത അല്ലേ. ഈ നീലാകാശ വസ്ത്രം അല്ലേ, നീലരംഗക്ക വസ്ത്രം നല്ല ശോഭിച്ച് നിൽക്കുന്നു. മാത്രമല്ല സൂര്യചന്ദ്രന്മാരാണ് നമ്മുടെ മാതൃഭൂമിയുടെ കിരീടം. മുക്കുട്ട് ഹെ അവർ സമുദ്രക്കാർദനി ഹെ. സമുദ്രം എന്താണ്? അരഞ്ഞാണമാണ്. ഫൂലോർ താറെ, പൂക്കളും നക്ഷത്രങ്ങളും എന്താണ്? മണ്ടൻ, അലങ്കാരമാണ്. ഈ മണ്ടൻ എന്നതിൻ്റെ നേരെ സമാനാർത്ഥി ശബ്ദമാണ് ആഭൂഷൺ എന്നുള്ളത്. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ, ചിലപ്പോൾ ക്വസ്റ്റ്യനൊക്കെ വരും, അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചോളാം. മണ്ടൻ, ആഭൂഷൺ. അതേപോലെ കർധനി എന്നുള്ളത് അരഞ്ഞാണത്തിന് മേഖല എന്നുള്ളത്.
ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാതൃഭൂമി സെ കവി കാ ബച്ചുപൻ കേസെ ജുഡാ ഹെ. എങ്ങനെയാണ് നമ്മുടെ കവിയുടെ കുട്ടിക്കാലം നമ്മുടെ മാതൃഭൂമിയായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? യെസ്, മാതൃഭൂമിക്ക് ധൂലുമേ ലോട്ട് ലോട്ട് കർ കവി ബഡയോ ഹേ. ഈ മാതൃഭൂമിയുടെ പൊടിയിൽ ഉരുണ്ടാണ് കവി വലുതാവാൻ പഠിച്ചത്. ഇസ്കി മിട്ടി മേ ഗുട്ടനോക്കെ ബല പർ സരക്ക് സരക്ക് കർ കവിനെ ഘടാ ഹോനാ സിക്കാ ഹെ. അല്ലേ, ഈ കാൽമുട്ടിൻ്റെ അല്ലെ ഈ മണ്ണിൽ നമ്മൾ ഗുട്ടനോക്കിയത് നമ്മൾ കാൽമുട്ടിൻ്റെ ബലത്തിൽ എഴഞ്ഞെഴിഞ്ഞാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്. ഇങ്ങനെയാണ് കവിയുടെ കുട്ടിക്കാലം കിടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. तेरा प्रत्युपकार कभी क्या हमसे होगा, कवि इस प्रकार क्यों सोचता है. എന്താ മാതൃഭൂമി, നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കേണ്ട കവി ഇത്രയും പറഞ്ഞിട്ടല്ലേ. എന്താ അങ്ങനെ പറയാൻ കാരണം കവി? യെസ്, കവിക്ക് റായ്മി, കവിയുടെ അഭിപ്രായത്തിൽ മാതൃഭൂമി മാക്ക് സമാൻ ഹെ. മാതൃഭൂമി എന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യമാണ്, അമ്മയ്ക്ക് സമാനമാണ്. മാതൃഭൂമിനെ സബ് കുച്ച് പ്രദാൻ കർ ഹമാര പാലൻ പോഷൻ ക്യാ ഹെ. മാതൃഭൂമി എല്ലാം നമുക്ക് തന്നിട്ടാണ് നമ്മളെ എന്ത് ചെയ്തത്? പാലൻ പോഷൻ ചെയ്ത് നമ്മളെ വളർത്തിയത് അല്ലേ, ഊട്ടിയത്. ഉസ്കി നിസ്വാർത്ഥ സേവാओं के लिए പ്രത്യുപകാർ करना संभव है. അവർ നിസ്വാർത്ഥത ആഗ്രഹിച്ചു കൊണ്ടാണോ? അല്ല, ആ നിസ്വാർത്ഥ സേവനത്തിന് പ്രത്യുപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടാ. അപ്പോൾ ഇതാണ്, അതായത് നമ്മുടെ ഒരു മാതൃഭൂമി എന്നുള്ള നമ്മുടെ ഈ കവിതയുടെ ഞാൻ പറഞ്ഞു 3 പാരഗ്രാഫായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. കാരണം അത് 3 ഘട്ടം ഘട്ടമായിട്ടാണ് കവി പറയുന്നത്. കവി ഫസ്റ്റ് മാതൃഭൂമിയെ വർണ്ണിക്കുന്നു, പിന്നെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്ന പോലെ കവിയുടെ കുട്ടിക്കാലം എങ്ങനെയാണ് നമ്മുടെ മാതൃഭൂമിയെ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് ലാസ്റ്റിട്ട് ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നും ചോദിക്കുന്നു. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ മാതൃഭൂമി എന്നുള്ള കവിത സോ സിമ്പിളായി മാറും. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? അടുത്തത് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററായ ബേട്ടി കി നാം അല്ലേ. ബേട്ടി കി നാം എന്നുള്ളത് ജവാബി പത്രത്തിൽ മറുപടി കത്താണ്. ആരുടെയാണ്? യെസ്, അവസാനത്തെ മുഗൾ ശാസകമായിട്ടുള്ള അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബഹദൂർ ഷാ സഫർജിയുടെയാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, അതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്കൊന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ബേട്ടി കി നാം കിസ് ഫിദ കി രചന ഹെ. ജവാബി പത്രമാണ്, മറുപടി കത്തല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് ഇട്ടതൊക്കെ. 2ാമത്തെ ക്വസ്റ്റ്യനാണ് ബേട്ടി കെ നാം കിസ്കാ ജവാബി പത്ര. ആരുടെ മറുപടി കത്താണത്? യെസ്, ബഹദൂർ ഷാ സഫർജിയുടെ. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ബാദ്ഷാ കോ കിസ്കാ ഖത് മില. ബാദ്ഷയ്ക്ക് ആരുടെ കത്താണ് കിട്ടിയത്? യെസ്, ബേട്ടിക്ക, മകളുടെ കത്ത്. എന്തായിരുന്നു നമ്മുടെ ബഹദൂർ ഷാ സഫർജിയുടെ മകളുടെ പേരെന്തായിരുന്നു? കുൽസും സമാനി ബീഗം കേട്ടാ. ഇനി ബേട്ടിക്ക കത്ത് ഭാപ്പക്കോ കേസാലക. എങ്ങനെയാണ് തൻ്റെ മകളുടെ കത്ത് ആ ഒരു പിതാവിന് എന്തായിട്ടാണ് തോന്നിയത്? യെസ്, ആസുനാമ, ഒരു കണ്ണീർ കാവ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണെന്ന് തോന്നി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി ബാദ്ഷാനി കിസ്കെ നാം ജവാബി പത്രലേഖ. 16ാമത്തെ ക്വസ്റ്റ്യനാണ്, ആരുടെ പേരിലാണ് കത്ത് എഴുതിയത്? യെസ്, ബേട്ടിക്ക നാം, മകളുടെ പേരിൽ കേട്ടാ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ബാദ്ഷാക്കു കിസ്നെ പത്ര പഠിക്കർ സുനായ. ആരാണ് നമ്മുടെ ബാദ്ഷയ്ക്ക് ഈ ലെറ്റർ വായിപ്പിച്ച് കേൾപ്പിച്ച് കൊടുത്തത്? ആരാണ്? ബേട്ടയാണ് കേട്ടാ. ബേട്ട എന്ന് പറഞ്ഞാൽ മകനാണ്. ഇതിൽ ഒന്നൊരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ മക്കളെ, അതിലെന്തോ ഒരു ഇത് കയറി വന്നുപോയി. ബേട്ടിയല്ല, ബേട്ട. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ജയിലുണ്ടായിരുന്നു. ബേട്ട ആണ് കേട്ടോ, ഒരിക്കലും ബേട്ടിയല്ല. മകളുടെ കത്ത് മകളിനെ വായിപ്പിച്ച് കേൾപ്പിച്ച് കൊടുക്കുക ജയിലിൽ നിന്ന് അല്ല, രണ്ട് സ്ഥലത്താണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ബേട്ട എന്നാണ്. ഇനി 18ാമത്തത് തോഫയ്ക്ക് ബദലി ബാദ്ഷാനെ ക്യാ ദിയ. സമ്മാനവുമായിട്ട് കുറച്ച് മുസ്ലിംസ് വന്നു എന്ന് പറഞ്ഞു അല്ലേ, കുറച്ച് മുസൽമാനോനെ ആയാഥ. പക്ഷേ അവർക്ക് എന്താണ് കൊടുത്തത് അദ്ദേഹം പകരമായിട്ട്? ഉസ്കി എവസ്മി, അതിന് പകരമായിട്ട് മല്ലിക കഹാർ, തന്നെ പട്ടമഹിഷിയുടെ മാല അദ്ദേഹം കൊടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കൈദി ബാബുക്കോപ്പിന് ബേട്ടി കാ കഥ ആസ്വനാമാതാക്യോ. എന്തുകൊണ്ടാണ് തൻ്റെ തടവറയിലായ പിതാവിന് തൻ്റെ മകളുടെ കത്ത് ഒരു കണ്ണീർ കാവ്യം പോലെയായി തോന്നിയെന്ന് പറയുന്നത്? അതെ, നമുക്കറിയാം ബേട്ടിക്ക് കത്ത് മേ ദേയ് ശിവം ബേട്ടിക്ക് ബുരി ഹാലത്ത് കാ വർണ്ണൻ ദാ.
എന്തായിരുന്നു തൻ്റെ മകളുടെ കത്തിൽ ആ ദേശത്തെയും അതേപോലെ തന്നെ മകളുടെ ഒരു മോശപ്പെട്ട അവസ്ഥയുടെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. ഇസ്ലിയെ ബേട്ടിക ഖത് പിതാ കാ സുനാ മാതാ. അതുകൊണ്ടാണ് തൻ്റെ മകളുടെ കത്ത് അച്ഛനൊരു കണ്ണീർ കാവ്യം പോലെയായി തോന്നിയത്. മനസ്സിലായല്ലോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹേ കത്ത് തുംകോ മിലേഗാ ഭി യാ നഹീ, ബാദ്ഷാ കെ മൻ മേ സച്ച് ക്യൂ ഉഭരാ ഹോഗാ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മകളെ നിനക്ക് ഈ കത്ത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നുള്ള ആ പിതാവിൻ്റെ ഒരു ആദിയുണ്ട്. മനസ്സിൽ എന്തുണ്ടെന്ന് പറയാൻ കാരണം നമുക്കറിയാം, ബാദ്ഷാനെ അനേക വ്യക്തിയോं को देखा है जो आखिर में दूसरों के भेजे ജാസൂസ് സാബിത് ഹോയെ. ബാദ്ഷാ അങ്ങനെ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അവസാനം അവരെന്താവും? ദൂസറോക്കെ ഭേജ്, മറ്റുള്ളവരയച്ച ജാസൂസ്, ചതിയന്മാർ, വഞ്ചകന്മാർ, അല്ലെ ചാരന്മാരായിട്ട് തെളിക്കപ്പെട്ട അപ്രൂവ് ചെയ്തപ്പെട്ടുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നമ്മുടെ ബാദ്ഷാ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. മനസ്സിലായല്ലോ. യെസ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് സർക്കാരിനെ കൈദിയോं का घर आधा कर दिया क्यों? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സർക്കാർ ഈ തടവറയിലായ ഈ ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ചിലവ്, അവർ എക്സ്പെൻസ് വെട്ടിക്കുറയ്ക്കാൻ കാരണം എന്താ? അതെ, അംഗ്രേസോനെ സോച്ചാക്കിയ അവരെന്താ ചിന്തിച്ചു ബ്രിട്ടീഷുകാർ? ഉനക്കെ പാസ് ബഹുത് സാരാ ജവാഹർ ഥാ ഇസ്ലിയെ കച്ച് ആധാ കർ ദിയാ ഹൈ. ഇവരുടെ അടുത്ത് ഒരുപാട് രത്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ അവരുടെ എക്സ്പെൻസൊക്കെ കണ്ട് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മുടെ കുറച്ച് മുസൽമാൻ അവരെ കാണാൻ വന്നു ആ ഒരു ഈദിൻ്റെ സമയത്തിൽ. അപ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് നമ്മുടെ പട്ടമഹിഷിയുടെ അല്ലേ എന്ത് കൊടുത്തു? മല്ലിക കാഹക്ക ഹാർ ദിയ അല്ലേ, അവർ ആ ഒരു രത്നം പതിച്ച് അല്ലെങ്കിൽ ആ ഒരു മാല കൊടുത്തപ്പോഴാണ് തീരുമാനിച്ചത് ഇത്ര അവർക്ക് എക്സ്പെൻസ് ഒന്നും വേണ്ട, അവർക്ക് ചിലവഴിക്കാൻ, അവരുടെ അടുത്തൊക്കെ രത്നങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ അടുത്ത നമ്മുടെ മേരെ ഭാരത് വാസിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. നമുക്കറിയാലോ മേരെ ഭാരത് വാസിയോ എന്നുള്ളത് ഭാഷണമാണ്, സ്പീച്ചാണ്. ആരുടെ സ്പീച്ചാണ്? യെസ്, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുജിയുടെ സ്പീച്ചാണ് അല്ലേ. ഒന്ന് നോക്കിയ മക്കളെ. അതെ, മേരെ ഭാരത് വാസിയോ കിസ് വിദാ കി രചന ഹെ അല്ലേ, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതൊരു ഭാഷണമാണ് അല്ലേ, സ്പീച്ചാണ്, പ്രസംഗമാണ്. ഇനി ആരുടെയാണത്? കിസ്കാ ഭാഷൺ ഹേസ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജിക്ക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി കോനെ? ആരാണത്? അതെ, നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ, ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്ററാണ്, അവരുടെയാണ്. ഇനി ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് പൊതുവേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് അല്ലേ. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആജ് ഹം ദുർഭാഗ്യക്ക് ഏക് യുഗ് കാ അന്ത് കർ രഹേ ഹെ യാ നെഹ്റുജി ക്യാ സൂചിത് കർണാ ചാഹത്തെ ഹെ. ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ നെഹ്റുജി, ഇന്ന് നമ്മൾ ആ ഒരു ദൗർഭാഗ്യത്തിൻ്റെ ഒരു എന്താ പറയുക, മോശപ്പെട്ട ആ ഒരു യുഗം ഇത് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തങ്ങനെ പറയാൻ കാരണം? അതെ, നമുക്കറിയടാ, നമ്മുടെ ജവഹർലാൽ നെഹ്റുജി നമ്മുടെ ഓഗസ്റ്റ് 14-ാം തീയതി അല്ലെ, ഓഗസ്റ്റ് 15 മധ്യരാത്രി ആ വേളയിലാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുജി ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് അല്ലേ. അപ്പോൾ അതുവരെ എന്തായിരുന്നു? ബ്രിട്ടീഷ് യുഗമായിരുന്നു അല്ല. അതാണ് ഗുലാമി കാ യുഗ് ബീത് ഹയ ഒരു ഹമേ ആസാദി മിലി ഹെ. ഗുലാമി കാ യുഗ്, ഒരു അടിമത്തത്തിൻ്റെ ആ യുഗം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. മനസ്സിലായല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന്. അതെ. ഇനി 25ാമത്തത്. നെഹ്റുജിക്ക് മത്തുമേ ഹമാരി പീഡിക്ക് സബ്സെ മഹാൻ വ്യക്തി കോനെ? അതേ, മഹാത്മാഗാന്ധിജിയാണ്. നെഹ്റുജിയുടെ അഭിപ്രായത്തിൽ ആ തലമുറയിലെ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജി തന്നെയാണ്. ഇനി അത് ഇപ്പോൾ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് നിങ്ങൾ മറക്കരുത്. ഇനി ബാപ്പുജിക്ക് മഹത്വാകാംക്ഷ ക്യാ രഹി ഹെ? എന്താണ് ബാപ്പുജിയുടെ ഒരു ആഗ്രഹം? എന്തായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ ആഗ്രഹം? അതെ, ഹരേക്ക് ആംഗ് സേ ആസു മിറ്റായി, ഓരോ കണ്ണിൽ നിന്നും കണ്ണുനീരകറ്റുക. അതായത് ഓരോ ആളുകളുടെ ആ ഒരു വിഷമം ഒക്കെ തുടച്ചു നീക്കുക അല്ലെ, കണ്ണുനീര് തുടച്ചു നീക്കുക എന്നുള്ളതാണ് അതിലെ ആഗ്രഹം. അതെ. അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ആസാദിക്ക് പവിത്ര മൗക്കെ പർ ഹമേ ക്യാ പ്രതിജ്ഞ ലേനി ചാഹിയെ? അതായത് ഈ പവിത്രമായിട്ടുള്ള ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് പ്രതിജ്ഞ എടുക്കേണ്ടത്? നമുക്കറിയാം, ഹമേ സമർപ്പൺ കി സാത്ത് ഭാരത് കി ജനത കി സേവ സമർപ്പണത്തോടുകൂടി സാത്ത് ഹി പൂരി മാനവത കി സേവ കർനെ കാ പ്രതിജ്ഞ ലേനി ചാഹിയെ. അതല്ലേ നേരത്തെ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളെ സേവിക്കണം. ജനങ്ങളെ സേവിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ
തന്നെ എല്ലാവരും, അതായത് പൂരി മാനവതാക്കും പൂരിയുള്ള മനുഷ്യനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ മാത്രമല്ല ജനങ്ങളൊട്ടാകെ ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങൾ യൂറോപ്പിലെ ജനങ്ങൾ അങ്ങനെയല്ല, ഒരു വ്യത്യാസമില്ലാതെ എന്താ ചെയ്യുന്നത് എല്ലാവരും അതിൽ പറയുന്നുണ്ട്. നമ്മളിനി ഭാവിയിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനി ഭാവിയിൽ നമുക്ക് സന്തോഷ സമാധാനമായിട്ട് ഇരിക്കാം അവരുടെ പറഞ്ഞിരിക്കരുത്. ഇനിയാണ് നമ്മുടെ ഇനി അവസരങ്ങളാണ് ഇനി മുന്നിൽ കിടക്കണത്. അപ്പം എന്ത് ചെയ്യണം? ആ നിരന്തര പ്രയാസ് കർണിച്ചായി നമ്മൾ അവസരത്തിൽ ഇരിക്കണം എന്നാണ് ഋഷി പറയാൻ കാരണം. ഇനി വേഗം വേഗം പറഞ്ഞിട്ടാമത്തെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്രമിച്ചോടുകൂടിയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഭാരതത്തെ സേവിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയാണ് ഈ ഒരു ചാപ്റ്ററിൽ മേരി ഭാരത്വാസി എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഭാരതയ്ക്ക് സേവാ കാ അർത്ഥ ക്യാ ഹൈ. ഇത് മക്കളെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ 2 മാർക്കിൻ്റെ നമുക്ക് സംക്ഷേപണം അധികം നമ്മുടെ മേരെ ഭാരതവാസി ഏതാണെന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ സംക്ഷേപണം ഉണ്ടായിരിക്കും. അങ്ങനെ 8 മാർക്കിനാണ് ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അങ്ങനെ ഈ 2 മാർക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക അവിടെ. അപ്പോൾ അതാണ് പറയുന്നത്, ഭാരതത്തിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ സേവിക്കുക, അതായത് ഗരീബി ദാരിദ്ര്യം, അതേപോലെ നിരക്ഷരത അതൊക്കെ അകറ്റുക, അതേപോലെ ബീമാരി ഒരു അവസരയ്ക്ക് സമാനത കൊമിട്ടാന രോഗങ്ങൾ, അതേപോലെ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കുക, ഇതൊക്കെയാണ് അർത്ഥാക്കുന്നത് എന്ന് കേട്ടോ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആജ് കോയി ഖുദ് കോ ബിൽക്കുൽ അലഗ് നഹീ സോച്ച് സക്താ നെഹ്റു ജൈസെ ക്യോं कहते हैं. അത് പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ വേറിട്ട് നിന്ന് ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം क्योंकि सभी राष्ट्र और लोग एक दूसरे से बड़ी സമീപത से जुड़ी हुई है. ഇന്നത്തെ രാഷ്ട്രങ്ങൾ നമുക്കറിയാടാ, ഇന്ന് എല്ലാ ജനങ്ങളും ഈ ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ കണക്റ്റായി കിടക്കുകയാണ്. അത് വേറെ രാജ്യം, അമേരിക്ക വേറെ രാജ്യം, യൂറോപ്പ് വേറെ രാജ്യം, അല്ല റഷ്യ വേറെ രാജ്യം, അങ്ങനെയല്ല. അന്ന് എല്ലാവരും കണക്ട് ചെയ്ത് ബിസിനസ്സായിട്ടും അല്ലേ, അതേപോലെ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ടും ജോലി സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ എല്ലാവരും കുടിയേറി പാർത്തവരുണ്ട്. അതേപോലെ ഇവിടെ ജീവിക്കുന്നവരുണ്ട്, അവിടുന്ന് ഇതാക്കിയിട്ട് കുടിയേറ്റും, അതേപോലെ ഇറക്കുമതിയും കയറ്റുമതിയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കുടിയേറി പാർത്തവരുണ്ടാവും, ഇവിടെ താമസിക്കുന്നവരുണ്ടാവും. അങ്ങനെ കണക്റ്റായി കിടക്കുന്ന ഈ സമയത്ത് അതാണ് പറയുന്നത് എന്താ, എല്ലാ രാഷ്ട്രങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൂറിനാമെ പഹ്ലാദിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സഫർനാമ, ആരുടെ? ഹിമാൻഷു ജോഷിയുടെ സഫർനാമയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 31ാമത്താണ്. संसार का सबसे अधिक घने वन किस क्षेत्र में पाए जाते हैं. നമുക്കറിയാം ഇതൊരു നമ്മുടെ ഹിമാൻഷു ജോഷിജി നമ്മുടെ എത്രാമത്തെ സമ്മേളനമാണ്? 7ാം വിശ്വ ഹിന്ദി സമ്മേളനം അല്ലേ, 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോയതാണ്? സൂറിനാമിലോട്ട് പോയതാണ്. അതിലാണ് ഫസ്റ്റ് അതിൽ പറയുന്നുണ്ട് ആദ്യമായിട്ടുള്ള ആ ഒരു യാത്രയുടെ ആ ഒരു കൗതൂഹലം അല്ലേ, ആ ഒരു എന്താ പറയുക, നമ്മളെ ഒരു ആൻസൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ ഒരു ആകാംക്ഷ എന്തൊക്കെയാവും എന്നുള്ളത് അല്ലേ, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സബ്സെ അധികം ഗനീവനം, അപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ട്, ഞാനിത് പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞാനിതാ നേരിട്ട് ഇതാ കാണുന്നു എന്നല്ലേ. അപ്പോൾ അധിക ഘനവൻ കൊടും വനം എവിടെയാണ് അധികം കാണപ്പെടുക? അതേ അദ്ദേഹം പറയുന്നുണ്ട് ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിലാണ് ഘനവൻ കൊടും വനം കാണപ്പെടുക. 32ാമത്തെ ക്വസ്റ്റ്യൻ, സുറിനാമിക്ക് രാജ്ഭാഷ ക്യാ ഹെ. എന്താണ് സുറിനാമിലെ രാജ്ഭാഷ? ഡച്ചാണ് കേട്ടോ. ഇനി 33ാമത്തെ 7ാം വിശ്വ ഹിന്ദി സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം സുറിനാമിലാണ് നടന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. 34ാമത്തെ ക്വസ്റ്റ്യനാണ്, രാംചരിത് മാനസ് രചയിത കോൻ? ആരാണ് രാംചരിത് മാനസ് രചിച്ചത്? യെസ്, നമ്മുടെ തുളസീദാസ്. 35ാമത്തെ, ലേഖക കോൺ സ ഷഹർ ഭാരതീയ ഷഹർ ജയ്സ ലഗ? ലേഖകന് ഏത് പട്ടണമാണ് നമ്മുടെ ഭാരതത്തിലെ പട്ടണം പോലെ തോന്നിയെന്നുള്ള? പാരാമാരിബോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് വിശ്വ ഹിന്ദി സമ്മേളനം നടക്കുന്നത്, പാരാമാരിബോ ഷഹറിൽ വെച്ചിട്ടാണ്. ഇനി 36ാമത്താണ്, ഹിന്ദിക്ക് ജനനി കോൻ? ഹിന്ദിയുടെ അമ്മ എന്ന് പറയുന്ന ആരാണ്? ഹിന്ദി വന്നത് എവിടുന്നാ? സംസ്കൃതത്തിൽ നിന്നല്ലേ. അപ്പോൾ 37ാമത്തെ ക്വസ്റ്റ്യനാണ്, ഭൂമധ്യരേഖീയ പ്രദേശവുമായി സബ്സെ അധികം ഘനെ വൻ പായേ ജാത്തെ ഹെ ക്യോം? അതായത് ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിലാണ് അധികം കാണപ്പെടുന്നത് കൊടും വനങ്ങൾ. അതെന്തുകൊണ്ടാണ്? യെസ്, ഭൂമധ്യരേഖീയ പ്രദേശവുമായി ഭീഷൺ ഗർമ്മിപ്പെടുത്തിയ ആ ഒരു മധ്യരേഖീയ പ്രദേശങ്ങളിലാണ് കൊടും ചൂട്
അതിനോടൊപ്പം തന്നെ അതിൽ പറയുന്നത് നമ്മുടെ ലേഖൻ പ്രതിദിൻ ബാരിഷ്, എല്ലാ ദിവസവും ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. അതുകൊണ്ടാണ് ഏറ്റവും മഴയും അധികം കിട്ടുന്നുണ്ട്, അധികം വെയിലും കിട്ടുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് കൊടുംവനങ്ങൾ അവിടെ കാണപ്പെടുന്നത്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിശ്വ ഹിന്ദി സമ്മേളനവുമേയും കിൻ കിൻ ലോഗോं की उपस्थिति थी. വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ ആരൊക്കെയാണ് ഇവിടെ പങ്കെടുത്തത്? നമുക്കറിയാം, ഒരുപാട് ദേശങ്ങളിലെ ഹിന്ദി ലേഖകന്മാർ, ഹിന്ദി പ്രാധ്യാപകർ അല്ലേ, ഹിന്ദി ലെക്ചർമാർ, പ്രചാരകർ, ഹിന്ദി സേവി, ഇവരെല്ലാവരും പങ്കെടുത്തിരുന്നു കേട്ടാ. മനസ്സിലായല്ലോ. ഇനി 39ാമത്തതോ. പാരാമാരിബോ ഷഹർ ലേഖകോ ഭാരതീയ ഷഹർ ജൈസാ ലഗാ ക്യൂ. എന്തുകൊണ്ടാണ് പാരാമാരിബോ പട്ടണം ലേഖകന് ഒരു ഭാരതത്തിലെ പട്ടണം പോലെയായി തോന്നിയത്? എന്തുകൊണ്ടാണ്? അതെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മക്കളെ പഠിച്ചു വെച്ചോളാം. കാരണം സുറിനാം കി 37% ലോക് ഭാരതീയ ഹെ. പാരാമാരിബോ നമ്മുടെ സുറിനാമിൽ വെച്ച് നടത്താൻ തന്നെ കാരണം എന്താണ്? അതെ, 130 വർഷം മുന്നേ ഇവിടുന്ന് കുടിയേറി പാർത്തവരുണ്ടാകും കേട്ടോ അല്ലേ, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഷഹർ, അവിടെ 37% ആളുകൾ ഭാരതീയരാണ്. സബ് കഹീ ഭാരതീയ ദിഖ് രഹേ ഹെ. എവിടെ നോക്കിയാലും ഭാരതീയരെ തന്നെയാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പം ലേഖകന് എന്താ തോന്നിയത്? ഇത് നമ്മുടെ ഭാരതത്തിലെ പട്ടണം പോലെ തന്നെയാണല്ലോ അല്ലേ. ഇസ്ലിയെ പാരാമാരിബോ शहर लेगा को भारतीय शहर जैसा लगा. ओके, यस. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഘിർമിറ്റിയ ശ്രമിക് കിൻ കിൻ കെ മാധ്യം സെ ഹിന്ദി കാ ഭാരത് സെ ലേ ഗയേ. അപ്പോൾ ഇവിടെ നിന്ന് 130 വർഷം മുന്നേ കുടിയേറി പാർത്തു എന്ന് പറഞ്ഞു അല്ലേ. അതായത് കോൺട്രാക്ട് ലേബേഴ്സ്, നമ്മുടെ തൊഴിലാളികൾ അല്ലേ, കരാർ തൊഴിലാളികൾ അല്ലേ, അവരുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് കുടിയേറി പാർത്തപ്പോൾ എന്തൊക്കെ കയ്യിൽ കരുതിയിരുന്നവരുടെ? നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു മതവിഭാഗങ്ങളിൽപ്പെട്ടവർ അവരുടെ മതഗ്രന്ഥങ്ങളുണ്ട് അല്ലേ, നമ്മുടെ ഭഗവത്ഗീത, ഖുറാൻ, ബൈബിള് എന്നൊക്കെ പോലെ. അതേപോലെ തന്നെ ഹനുമാൻ ചാലിസ അല്ലേ, രാമചരിതമാനസ്, ഇതൊക്കെ കൊണ്ടുപോയിരുന്നു അവർ. 41ാമത്തെ ക്വസ്റ്റ്യനാണ്. സുറിനാമെ വിശ്വ ഹിന്ദി സമ്മേളന കാ ആയോജൻ ക്യോ റഹാ ഹെ. അതാണിപ്പോൾ പറഞ്ഞ നമ്മൾ എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്തുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെന്തിനാ ഈ നമ്മുടെ വിശ്വ ഹിന്ദി സമ്മേളനമൊക്കെ അവിടെ വെച്ച് നടത്താൻ കാരണം? എന്തുകൊണ്ടാണെടാ? 130 സാൽ പഹലെ, 130 വർഷം മുന്നേ പ്രഥം ഭാരതീയ ശ്രമിക് സുറിനാമെ ആയതേ. ആദ്യത്തെ ഭാരതീയ ആ ഒരു ശ്രമിക്, ഞാൻ പറഞ്ഞു അല്ലേ, ആ ഒരു തൊഴിലാളി അല്ലേ, അല്ലെങ്കിൽ അവർ സുറിനാമിലോട്ട് പോയിരുന്നു അല്ലേ. എനിക്ക് ആഗമനത്തെ സ്മൃതിമേ അവരുടെ ആ ഒരു വന്ന ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ വെച്ച് നടത്തിയത്. അപ്പോൾ ഓക്കെ, നമ്മുടെ സുറിനാമെ പഹ്ലാദിൻ എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇത്രയൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും വരില്ല. 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ഇതന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷ, ഇതിനപ്പുറമൊന്നും ഇല്ലടാ. ഓക്കെ, അടുത്തത് നമ്മുടെ മേരി ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സൂർദാസ്ജിയുടെ പതിന് അല്ലേ, ഇമ്പോർട്ടൻറ്റ് പദമാണല്ലേ, മേരി ലാലും ഹേ ഖാനും എന്ന് പറഞ്ഞിട്ട്. നമുക്കൊന്ന് നോക്കാം കേട്ടോ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മുടെ മേരി ലാലത്തെ 42ാമത്തെ. അതിൽ പറയുന്നുണ്ട്, സുതുമുഖ് ദേക്കി ജസോദ ഫൂലി, യശോദ ക്യാ ദേക്കർ ഫൂലി. സുതുമുഖ് ദേക്കി, തൻ്റെ പുത്രൻ്റെ മുഖം കണ്ടപ്പോൾ യശോദ പുഞ്ചിരിച്ചു അല്ലേ. അതായത് ഒരു സന്തോഷം വന്നു. എന്തുകൊണ്ടാണ്? സുതുമുഖ് പുത്രക്ക മുഖ് തേക്കുന്നത്. എന്തുകൊണ്ടാണ് യശോദയ്ക്ക് ഇത്ര സന്തോഷം വരാൻ കാരണം? പുത്രൻ്റെ മുഖം കണ്ടപ്പോൾ. ഇനി 43ാമത്തെ. ബാഹിറത്തെ തബ് നന്ദ് ബുലായി. യശോദാനെ കിസ്കോ ബുലായ. യശോദ ആരെയാണ് വിളിച്ചത്? ബാഹിറത്തോ, ബാഹർ പുറത്ത് നിന്ന് നമ്മളെ നന്ദഗോപരെ വിളിച്ചു. ആരെ വിളിച്ച്? നന്ദഗോപരെ, അച്ഛനെ വിളിച്ചു അല്ലേ, കൃഷ്ണൻ്റെ വളർത്തച്ഛനെ വിളിച്ചു. ഇതാണ് 1 മാർക്കിന്. ഇത് മക്കളെ നമ്മുടെ മേരി ലാലും ഹേ ഖാനും അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത് ഭാവാർത്ഥമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ചേഞ്ച് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാം, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. 44ാമത്തെയാണ്. യശോദമ്മ അപ്പനെ ആപ്പക്കോ ഭൂൽ കഴിക്കും. യശോദമ്മ സ്വയം മറന്നുപോയി. അത് എന്തുകൊണ്ടാണ്? अपने पुत्र कृष्ण का सुंदर चेहरा और छोटी छोटी दूध की दंदियाँ देखकर खुशी से मग्न माता यशोदा अपने आप को भूल गई. തൻ്റെ പുത്രനായ കൃഷ്ണനെ സുന്ദരമായ മുഖവും അതേപോലെ ചെറിയ ചെറിയ പല്ലുകളൊക്കെ കണ്ടിട്ടാണ് സന്തോഷത്തിൽ മുഴുകിയ അമ്മ യശോദ സ്വയം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യശോദ ക്യോം ബുലാത്തി. എന്താണ് യശോദ നന്ദഗോപരെ വിളിക്കാൻ കാരണം എന്താ?
വരൂ, നമ്മുടെ പുത്രൻ്റെ മുഖവും ആ ഒരു സുന്ദരമായ പല്ലുകളും വന്ന് കാണൂ എന്ന് പറഞ്ഞ് ബേട്ടക്കസുന്ദർ സുഖതായി രൂപ്, സുന്ദരമായ സുഖം നൽകുന്ന ആ രൂപം വന്ന് കാണൂ എന്നാണ് അമ്മ പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് അച്ഛനെ വിളിക്കുന്നത്. ഇനി 46-ാമത്താണ് മനോകമലപുര ബിജൂജമായി കാ താത്പര്യ ക്യാ ഹെ. അതിൽ പറയുന്നുണ്ട്, ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡാണല്ലേ. കണ്ടോ എന്തിനെ പോലെയാണ്, നല്ല താമരയിൽ അല്ലേ, മനോകമലപുര ബിജൂജമായി, മിന്നൽ പിണറുകൾ ഏൽക്കുന്നത് പോലെയാണ് ആ കൃഷ്ണൻ്റെ ആ മുഖത്ത് ആ ഒരു പുഞ്ചിരി വിടരുമ്പോൾ അതിനെ ഉപമിക്കുകയാണ് അല്ലേ. കൃഷ്ണയ്ക്ക് ചോട്ടി ദൂതിക്ക് തന്തിയാൻ എസാ ലഗ്താ ഹെ. ആ കൃഷ്ണൻ്റെ ആ ഒരു നമുക്ക് കുഞ്ഞു കുട്ടികളെ നമ്മൾ ലാളിക്കില്ലേടാ, വാത്സല്യത്തോടെ നമ്മൾ എടുക്കില്ലേടാ, അവരുടെ പല്ലുകൾ നമ്മൾ കാണില്ലേടാ. ഇതൊക്കെ കാണുമ്പോൾ എന്താണ്, മനോകമലപുരി പറഞ്ഞ പോലെ എന്താ, താമരയിൽ മിന്നൽ പിണറുകൾ ഏൽക്കുന്ന പോലെയാണ് എന്നാണ് കേട്ടോ. അടുത്തത് കാനത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 47-ാമത്തെ ഗോപികായെ കബ് അപ്പനെ ദാം കാമ ഭൂൽ ഗയി. ഗോപികമാർ എപ്പോഴാണ് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ മറന്നു പോയതപ്പോഴാണ്. യെസ്, ജബ് വനമേ കൃഷ്ണയ്ക്ക് മുരളി ക സ്വര സുനായി പടാ തബ് ഗോപികായെ അപ്പനെ കാമ കാജു ഭൂൽ ഗയി. എപ്പോഴാണോ വനത്തിൽ നിന്ന് എൻ്റെ കൃഷ്ണൻ്റെ ആ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ അല്ലേ, ഗോപികമാരെന്താ ചെയ്യുന്നത്, അവർ സ്വയം മതിമറക്കുക ചെയ്യുന്നത്. അവരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയൊക്കെ മതിയാക്കിയിട്ട് കൃഷ്ണൻ്റെ ഓടക്കുഴൽ നാദം എവിടെ നിന്നാണോ കേൾക്കുന്നത് അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് അവരെ. യെസ്. ഇനി 48-ാമത്താണ് ഗോപികായും കിൻ കിൻ ബാത്തും സിന്നഹിൻ്റരി. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഗോപികമാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പേടിയില്ലാത്തത്. യെസ്, കുലുക്കി മര്യാദ, അവർ ആ ഒരു കുലത്തിൻ്റെ വംശത്തിൻ്റെ ആ ഒരു ചിട്ടവട്ടങ്ങൾ അവർക്കൊന്നും പേടിച്ചില്ല. വേദിക്കയാക്കിയ ആ വേദിക്ക് ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അവർ പേടിച്ചില്ല. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആരെ മതി, ഞങ്ങൾക്ക് എൻ്റെ കൃഷ്ണൻ്റെ ഓടക്കുഴൽ നാദം മതി എന്നാണ് പറയുന്നത്. 49-ാമത്തതോ ശ്യാമ സിന്ധു സരിതാലനാക്കന ചുലക്കി ഠർണി ഠരി മത്ലബ് ക്യാ ഹെ. അതിൽ പറയുന്നുണ്ട് ശ്യാമ സിന്ധു, അതായത് കൃഷ്ണനാകുന്ന കടലാണ്. ശ്യാം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, സിന്ധു എന്ന് പറഞ്ഞാൽ കടൽ, സരിത എന്ന് പറഞ്ഞാൽ നദി, ലനനാഗൻ എന്ന് പറഞ്ഞാൽ ഗോപികമാർ അല്ലേ. അതായത് കൃഷ്ണനാകുന്ന കടലിലേക്ക്. അതിൽ പറയുന്നുണ്ട് ജബ് വനസേ മുരളി ക സ്വർ സുനായി പടാ തബ് ഗോപികായേം വനക്കി ഓർ ഗയി. എപ്പോഴാണോ വനത്തിൽ നിന്ന് ആ മുരളി ഓടക്കുഴൽനാദം കേട്ടപ്പോൾ എല്ലാവരും ഗോപികമാരൊക്കെ വനത്തിലോട്ട് പോയി. ജിസ് തര എങ്ങനെ പോയി, നദിയാം കി തര നദിയാം സാഗർ കി ഓർ ബഹത്തി ഹെ. നദികൾ എല്ലാം ചേരുന്നത് കടലിലല്ലേ, അതേപോലെ ഉസി തര കൃഷ്ണരൂപി സാഗരമേ, കൃഷ്ണനാകുന്ന കടലിലോട്ട് നദിരൂപി ഗോപികായേം ചുമലി, നദികളാകുന്ന ഗോപികമാരെ എല്ലാവരും ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. കറക്റ്റല്ലേ, വേറെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ മക്കളെ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലുണ്ട്. നിങ്ങൾ പോയി ചാനലിലത്തെ ഓരോ വീഡിയോസും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. കാരണം 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതും 1 മാർക്കിന് 2 മാർക്കിനല്ല, എല്ലാ ക്വസ്റ്റ്യൻസും ഇതൊക്കെ പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ എഴുതാൻ സാധിക്കും. അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ ദോസ്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ ഇതിൽ നിന്ന്. കാരണം അതിൽ നിന്ന് അധികവും ചോദിക്കാറ് നമ്മുടെ ഭാവാർത്ഥം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് 1 വേർഡ് കാര്യങ്ങൾ മാത്രം നോക്കാം കേട്ടോ. 2 മാർക്കിനും ഒന്നും ചോദിക്കാനുള്ളതൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് ദോസ്തി കിസ് വിദ കി രചന. നമുക്കറിയാം ദോസ്തി എന്നുള്ള ഫിലിമി ഗീതാണ്, ഷോലെ മൂവിയിലെ അല്ലേ. അതിലാണ് ദോസ്തി ഫിലിമി ഗീതക്ക് രചനാക്കാർ ആരാണ്, എഴുതിയത് ആരാണ്? യെസ്, ഗീത് ആനന്ദ് ബക്ഷീജിൻ്റെയാണ് അല്ലേ. ഏത് ഫിലിമിത്തെയാണ്? അതാണ് കിസ് ഫിലിം കാ ഗീത് ഹെ, ഷോലെ കാ ഗീത് ഹെ. ഷോലയിലെ ഫിലിമി ഗീതാണ് ആനന്ദ് ബക്ഷീജിയുടെ നമ്മുടെ ദോസ്തി. അതിൽ ഗം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സമാനാർത്ഥം ഗം എന്ന് പറഞ്ഞാൽ ദുഃഖ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. കൂടുതൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദോസ്തീൻ്റെ വീഡിയോ കാണാൻ നമ്മുടെ ഇതിലുണ്ട് കേട്ടോ. വേഗം എൻ്റെ മക്കൾ പോയി കാണാം, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ അല്ലേ. ഭൂമി വെറും ഒരു സ്ലേറ്റിൻ്റെ പേരാകുന്നു എന്നുള്ള ആരുടെയാണടാ? ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ഒരു ആത്മകഥയാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ 1 വേർഡ്സും 2 മാർക്കിനുള്ളതും എല്ലാം നോക്കാം. യെസ്, നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ 54-ാമത്തെയാണ് ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ കിസ് വിദ കി രചന. ഏത് വിധിയാണ് ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ? ആത്മകഥയാണ്
അല്ലേ? ആരുടെ ആത്മകഥയാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കിസ്കി രചന ഹെ? ഏകാന്ത് ശ്രീവാസ്തവ്. ഇതൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ മക്കൾ മറക്കരുത്. 56-ാമത്തെയാണ് പിതാജിനെ രജിസ്ട്രിക്ക് പഹലെ ബേട്ടി സെ കാം ചലനെ കോ കഹ. അതിൽ പറയുന്നുണ്ട് പിതാജിയും ദീദിയും അല്ലേ, അതേപോലെ നമ്മുടെ സഹോദരൻ അല്ലേ, ഭായി, എല്ലാ കാര്യങ്ങളൊക്കെ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അതിൽ പിതാജി തൻ്റെ ആ ഒരു സ്ഥലം കാണാമെന്ന് പറഞ്ഞിട്ട് മകനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്? എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഖേത്ത് ഒരു ജമീൻ എന്ന് പറയാം, ഖേത്ത് എന്ന് പറയാം. ഇതൊക്കെ കഥയ്ക്ക് ഓർമ്മയില്ലേ? അല്ലേ? തൻ്റെ ചേച്ചിയുടെ കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു സ്ഥലം തൻ്റെ അച്ഛൻ വിൽക്കുകയാണല്ലേ. ആ ഒരു മനപ്രയാസം കാര്യങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 57-ാമത്തെയാണ് പിതാജിക്ക് സാമനെ ദോ വിദായം ഹേ. കോൺസി വിദായം? അച്ഛൻ്റെ മുന്നിൽ 2 വിട പറയലുണ്ട്. ഏതാണ് ആ 2 വിട പറയൽ എന്ന് പറയുന്നത്? യെസ്, ബേട്ടിക്ക് വിദായി, തൻ്റെ മകൾ വിട പറഞ്ഞ് പോവാണ്, കല്യാണം കഴിഞ്ഞ് പോവാണ്. അതിനോടൊപ്പം തന്നെ ജമീൻക്ക് വിദായി, ആകെ കൂടെയുള്ളൊരു സ്വന്തം എന്താ പറയുക, തൻ്റെ കണ്ണുകളെ പോലെ തൻ്റെ ഹൃദയത്തെ പോലെ സ്നേഹിച്ചിരുന്ന ആ ഒരു ഭൂമിയുടെയും വിട പറയൽ. മക്കളെ, ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവട്ടാ, ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നാലേ അടുത്ത ചോദിച്ചിട്ടുണ്ട് മോഡൽ എക്സാമിന്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് മിസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ. ഇനി 58-ാമത്തേത് ഭവിഷ്യനിധി സെ പിതാജി ക്യോ കുച്ച് ഹസാർ രൂപയെ നിക്കാലായി. എന്തുകൊണ്ടാണ് PF-ൽ നിന്ന് അച്ഛൻ കുറച്ച് പണം എടുക്കാൻ കാരണം എന്താ? ബേട്ടിക്ക് ഷാദിക്ക് ഖർച്ച് കേലി, തൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ എക്സ്പെൻസിന് വേണ്ടി, ഒരു ചിലവിന് വേണ്ടിയിട്ടാണ് പിതാജി എന്ത് ചെയ്തത്? ഭവിഷ്യനിധി സേ അല്ലേ, പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കാൻ കാരണം. ഇനി 59-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രജിസ്ട്രിക്ക് പഹലെ പിതാജിക്കോ ഖേത് ദേഖ്നെ കി ഇച്ഛാ ഹുയി ക്യോം? എന്തുകൊണ്ടാണ് രജിസ്ട്രേഷന് മുന്നേ അച്ഛന് ആ ഒരു എന്ത് കാണാനും ആ ഒരു തൻ്റെ സ്ഥലം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് എന്തുകൊണ്ടാണ്? യെസ്, രജിസ്ട്രിക്ക് ബാദ് ജമീൻ ദൂസറോ ക്യോ ജായേഗി. ഇപ്പം നമ്മുടെ ആക്കോട്ടുള്ള സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചാൽ അത് ഇന്ന് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ അത് വേറെ ആരുടേതോ ആയി മാറും. അപ്പോൾ ഇന്ന് തന്നെ എന്താണ് തൻ്റെ മകനോട് പറയണമെന്ന് തന്നെ നമ്മളൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ. അതാണ് ദൂസറോ ക്യോ ജായേഗി, മറ്റുള്ളവരുടെ ആയി തീരും. പിന്നെ ദൂസറോ കി ജമീൻ മേ കിസ് ലിയേ ജാനാ, പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ ഭൂമിയിലോട്ട് പോകാൻ എന്തിന് പോകണം? ഇസ്ലിയേ പിതാജി കോ ഗേ ദേഖ്നെ കി ഇച്ഛാ ഹുയി. അതുകൊണ്ടാണ് ആ മകളുടെ കല്യാണ തിരക്കിനിടയിലും അച്ഛൻ പറയുന്നത് മകനോട്, മകനെ ഒന്ന് നമുക്ക് പോയി വരാം എന്ന് പറയുന്നത്. ഇനി 60-ാമത്തതോ ദീദി ബാത് പർ ക്യോം റോം പടുത്തി ദി. അത് ചേച്ചിയുടെ കല്യാണമാണ്, എന്തുകൊണ്ടാണ് ദീദി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്? അത് എന്തുകൊണ്ടാണ്? ഒരു ചേച്ചിക്കും മൈൻഡിലുണ്ടാവില്ലേ? കാരണം എന്താ? അപ്പനെ ഷാദിക്കയില്ലേ, തൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പിതാജിക്കോ ജമീൻ ബേച്ചിനെ പടി ആകെക്കൂടെയുള്ളൊരു ഭൂമി വിൽക്കേണ്ടതായി വന്നു. അതിനോടൊപ്പം തന്നെ ഇസ്കി അലാവ, അതിൻ്റെ കൂടാതെ തന്നെ അപ്പനെ ഗിർസിയ ഒരു പരിവാർ വാലവും സെ ദൂജാനെ പർവ്വതുക്കിതി. ഇതിന് കൂടാതെ തന്നെ തൻ്റെ വീട്ടിൽ നിന്നും വീട്ടുകാരെ പിരിയാൻ പോവാണ്, വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. അതിനോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു വിഷമം? എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനുണ്ടായത് എന്നുള്ള. അതുകൊണ്ടാണ് ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയേണ്ട ഒരു സാഹചര്യം വന്നത്. യെസ്, മനസ്സിലായില്ലേ? ഈ ഒരു ചാപ്റ്റർ കേട്ടോ, ജമീനക്ക് സ്ലേറ്റ് കാ നാം ഹേ തീർന്നു കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുള്ളൂ, ഇതിൻ്റെ അപ്പുറമൊന്നും ചോദിക്കില്ല. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് മിസ് ഇതൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനിയാണ് അടുത്ത ചാപ്റ്റർ നമ്മുടെ സപ്നെ കാ ഭി ഹക്ക് നഹീം. കവിതയാണല്ലേ, നമ്മുടെ ഡോക്ടർ ജെ ബാബുജിയുടെ നല്ല സുന്ദരമായിട്ടുള്ള കവിതയാണ്, നമുക്ക് നോക്കാം. സപ്നെ കാ ഭി ഹക്ക് നഹീം കിസ് ഫിദ കി രചന ഹെ. കവിതയാണ്, ഡൗട്ടൊന്നുമില്ലല്ലോ. ആരുടെ കവിതയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കിസ്കി കവിത ഹെ, അതെ ഡോക്ടർ ജെ ബാബുജിയുടെയാണ്, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി 63-ാമത്തെ ക്വസ്റ്റ്യനാണ് മസ്ദൂരിനപ്പന വിസ്തൃത് കർ കഹാം കീച്ച്രീ ലഘി കബ്. എപ്പോഴാണ് ആ തൊഴിലാളിയായിട്ടുള്ള ഒരു സ്ത്രീ എപ്പോഴാണ് തന്നെ വിസ്തൃതമായ വലിയൊരു വീട് എവിടെയാണ് കഹാം ഗീഞ്ച്നെ ലഘി, എവിടെയാണ് വരയ്ക്കാൻ വേണ്ടിയത്, അല്ലെങ്കിൽ അവിടെയാണ് അതിൽ പറയുന്നുണ്ടല്ലോ കറക്റ്റ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരുന്നത് എവിടെയാണത്? അപ്പനി മൻ ദീവാർ പർ ബച്ചോ കോ സോ ജാനെ പർ ഖബ് എന്നുള്ള ഉത്തരാണ് ബച്ചോ കോ സോ ജാനെ പർ എന്നുള്ളത് കേട്ടോ. തൻ്റെ മനസ്സാകുന്ന ചുവരിൽ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ, യെസ്, മക്കളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം.
64-ാമത്തെ മസ്ദൂറിന് അപ്പനെ വിസ്തൃത് ഗർമേ കോൻ സെ കമറെ ബനായേ. ആ തൊഴിലാളിയ സ്ത്രീ തൻ്റെ ആ ഒരു വലിയൊരു കൊട്ടാര സദൃശമായ വീട്ടിൽ ഏതൊക്കെ മുറികളാണ് ഉണ്ടാക്കിയത്? യെസ്, ഖാനേ പീനേ കെ കമറെ. നമ്മുടെ ഡൈനിങ് റൂമിനെയാണ് അല്ലേ, ഭക്ഷണം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും അതിനൊക്കെ, അതായത് ഡൈനിങ് റൂമിന് പറയുന്നതാണ്. ഇസ്കേലാവതിന് കൂടാതെ തന്നെ കമറ പൂജ റൂമുണ്ട്, അതേപോലെ ബാറ്റക്ക് നമ്മുടെ ഓഫീസ് റൂമുണ്ട്, രസോയി ആദി ഭീ ബനായി, അടുക്കള അതൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കേട്ടാ. സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് ഒരുവിധം വീടുകളിലൊക്കെ ഇതുണ്ട് അല്ലേ. ഒരുവിധം വീടുകളിൽ റയറാണ്, വളരെ റയറാണ് ഇതില്ലാത്ത വീടുകൾ. നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതമായിരിക്കും അല്ലേ. ഇനി 65-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മസ്ദൂരിൻ കെ സപ്നെ കെ വിസ്തൃത് ഘർ കി ശോഭ ബടാനെ കെ ലിയെ ഉസ് ഘർ മേ കോൻ സെ സാമഗ്രിയാം ഹെ. അതിൽ പറയുന്നുണ്ട് ആ വലിയൊരു വീടിനെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാമഗ്രികളാണ് അവിടെ ഉള്ളത്? യെസ്, മേസ്, ടേബിള് അല്ലേ, മേശ, കുർസിയാം, കസേരകൾ, ചെയറുകളുണ്ടല്ലേ, TV, ഹോം തിയേറ്റർ, ആദി സബ് കുച്ച് ഹെ. അതൊക്കെയുണ്ട്. അതിനോടൊപ്പം തന്നെ രസോയും, അടുക്കളയിലാണെങ്കിലോ ഫ്രിഡ്ജുണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് സ്വപ്നം കാണുന്നത്? മനസ്സാകുന്ന ചുവരിലാണ്, തൻ്റെ മനസ്സിലാണ് കാണുന്നത്. സ്വപ്നം കാണാൻ ആ ഒരു തൊഴിലാളിയായിട്ടുള്ള പാവപ്പെട്ട 66-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മകർ നീന്ത് കെ ടൂട്ടനെ കെ പൂർവ് ഹി നോട്ടീസ് ബാഗ് കി അധം കെ സപ്നെ മേം കവി യഹാം കിസ് സാമാജിക് സച്ചായിക്ക് ഓർ ഇഷാര കർത്തേ. അതിൽ പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ വരിയാണല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഉറക്കം ഉണരുന്നതിന് മുന്നേ തന്നെ ബാങ്കിന് നോട്ടീസ് വന്നു, ഭീഷണി കത്തുമായി അതാ ബാങ്കിന് നോട്ടീസ് എത്തിയിരിക്കുന്നു. കവി ഏത് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇവിടെ നമ്മളെ വിരൽ ചൂണ്ടുന്ന അടയാളം, നമ്മുടെ അതായത് തുറന്ന് കാട്ടാണ് നമ്മുടെ കവി. ഏത് യാഥാർത്ഥ്യത്തിലേക്ക്? ഗരീബോं के लिए सपने देखना भी डरावना है. ഒരു പാവപ്പെട്ടവർക്ക് സ്വപ്നം കാണാൻ പോലുള്ള അവകാശമില്ല. ഉनको സപ്നെ ദേഖനെ കാ ഭി ഹക്ക് നഹീ. അവർക്കൊരു സ്വപ്നം കാണാനുള്ള അവകാശമില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, പച്ചയായ നഗ്നമായ ആ ഒരു സത്യത്തിലേക്കാണ് നമ്മുടെ ഡോക്ടർ ജെ ബാബുജി തൻ്റെ സപ്നെ കാ ഭി ഹക്ക് നഹീ എന്നുള്ള കവിതയിലൂടെ കാണിച്ചു തരുന്നത്. ഇത്രയുള്ളൂട്ടാ. അതിൽ നിന്നൊക്കെ ആസ്വാദനത്തിനൊക്കെ പ്രതീക്ഷിക്കാം മക്കളെ. പിന്നെയും പറയാണ്, നമ്മുടെ വീഡിയോസൊക്കെ കാണാം, എല്ലാ ചാപ്റ്റേഴ്സിനും ഇട്ടിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തത് മുർഖിയുഫ് ബുലാക്കി, നെക്സ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. മുർഖിയുഫ് ബുലാക്കി നമ്മുടെ അമൃത പ്രീതംജിയുടെ ഒരു കഹാനിയാണ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ മക്കളെ. അതിലെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. മുർഖിയുഫ് ബുലാക്കി സ്വിതാക്കി രചന ഹെ. മുർഖിയുഫ് ബുലാക്കി ഏത് വിധിയാണ്? യെസ്, കഹാനിയാണ്, കഥയാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. 68-ാമത്തെ ആരുടെ കഥയാണ്? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു, അമൃത പ്രീതംജിയുടെ. 69-ാമത്തെ മുർഖിയുർ ബുലാക്കി നാം കിസ്നെ രഖാത. ആരാണ് ഇതൊക്കെ? കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുർഖി എന്ന് ബുലാക്കി എന്ന് പേരിട്ടത് ആരാണടാ? യെസ്, നമ്മുടെ രാജ്വന്തിമായാണ്, രാജ്വന്തിനെ. അടുത്തത് 70-ാമത്തെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. രാജ്വന്തിനെ കുമാർ സെ കോൺ സപ്രൻ ലിയാത. രാജ്വന്തി കുമാറിൽ നിന്ന് ഒരു ശപഥം എടുപ്പിക്കുന്നുണ്ട് കുമാറിനെ. എന്ത് ശപഥമാണ്? യെസ്, രാജ്വന്തിനെ കുമാർക്കോ മുർക്കിസ്കോ ഉസ്കെ ജീത്തെ ചി കഭി അപ്പനെ കോട്ടറി സെ ന നിക്കാൽനെ കാ പ്രൺ ലിയാ ഥാ. രാജ്വന്തി എടുപ്പിച്ചു, ഒരിക്കലും ജീവിച്ചിരിക്കുന്ന സമയത്ത് അവളെ ആ മുറിയിൽ നിന്ന് പുറത്താക്കരുത് നീ എന്നുള്ള ആ ശപഥം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു, കുമാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അമ്മ അല്ലേ. 71-ാമത്തെ ക്വസ്റ്റ്യൻ. മുർക്കി ക്യൂം ഷഹരി ലड़के സാത്ത് ഭാഗ. എന്തുകൊണ്ടാണ് മുർക്കി പട്ടണത്തിൽ ആ പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ കാരണം എന്താ? യെസ്, മുർക്കിക്ക് പിതാനെ പേസെ ലേക്കർ ഉസ്കി ഷാദി കിസി ദൂസരെ ആദ്മി സേ തൈ കീ ദി. മുർക്കിയുടെ പിതാവ് എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ കൊടുത്തിട്ട് ഒരു രണ്ടാം കല്യാണം കഴിക്കുന്ന ആളെ കൊണ്ട് നമ്മുടെ മുർക്കിയുടെ കല്യാണം ഉറപ്പിച്ചു. ഉസ്മേയും കൈ അവക്കൊൺ ഭീതിയായ അയാൾക്കാണെങ്കിലോ എല്ലാ ദുശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അച്ഛന് കാര്യമാക്കോ ഇല്ലേ, അച്ഛന് പണം മാത്രം മതി അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്ലിയെ മുർക്കിക്ക് സി ഷഹരി ലड़के സാത്ത് ഭാഗ. അതുകൊണ്ടാണ് ഒരു പട്ടണത്തിലൊരു പയ്യൻ്റെ കൂടെ അവൾ ഒളിച്ചോടിപ്പോയത്. പക്ഷെ അതെന്തായി അല്ലേ മക്കളെ. ഇനി 72-ാമത്തേതോ. പതി ദ്വാര ഉപേക്ഷിത മുർക്കി രാജ്വന്തിക്ക് ഘർക്കെ സേ വാപ്പസ് പഹുഞ്ചി. പിന്നെ ഭർത്താവ് അവളെ ഉപേക്ഷിക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് അവൾ എങ്ങനെയാണ് രാജ്വന്തിയുടെ വീട്ടിലെത്തിയത് അതും അതിൽ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. ഇങ്ങനെ
കിസി ദയാലു വ്യക്തി സേ റാഖ ഭാടാലേക്കർ, ഏതോ ഒരു പാവപ്പെട്ട വ്യക്തിയിൽ നിന്ന് വഴിച്ചിലവിനുള്ള അല്ലേ ക്യാഷ് വാങ്ങിയിട്ട് അല്ലെ മുർക്കി രാജവന്തിക്ക് ഘർ വാപ്പസ് പൗഞ്ചി, മുർക്കി എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലെത്തി രാജവന്തിയുടെ. അടുത്തത് നമ്മുടെ കുമുദ് ഫുൽ ബേച്ച്നെ വാലയിലടിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ONV കുറുപ്പിൻ്റെ കവിത അല്ലേ, നമ്മുടെ ഒരു അനുവാദം അല്ലേ, ട്രാൻസ്ലേഷൻ കവിതയാണ്. നമുക്ക് പാരിഭാഷിക കവിത അല്ലേ, നമ്മുടെ പരിഭാഷ നടത്തിയത് ഹിന്ദിയിലോട്ട്, മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട്. ആരാ ചെയ്തത്? ഡോക്ടർ എസ് തങ്കമണി അമ്മ. കേട്ടോ, നമുക്ക് നോക്കാം. ഇതൊക്കെ പറയുന്നുണ്ട്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. കുമുദ് ഫുൽ ബേച്ച്നെ വാലയിലടിക്ക് കിസ് വിദാക്കി രചനായ, നമുക്കറിയാം കവിത, നോ കൺഫ്യൂഷൻ, കവിതയാണത്. ആരുടെ കവിതയാണ് അത്? നമ്മളിപ്പോൾ പറഞ്ഞു കിസ്കി കവിത രചന ഹേ, ഡോക്ടർ ONV കുറുപ്പിൻ്റെ അല്ലേ, ഡോക്ടർ അല്ല കേട്ടോ മക്കളെ, അത് എനിക്ക് മാറിപ്പോയതാണ്. ONV കുറുപ്പിൻ്റെ, ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ കിസ്കി രചന ഹേ എന്ന് ചോദിച്ച ഒരിക്കലും തങ്കമണിയമ്മ എഴുതി വയ്ക്കരുത്. ആരുടെ രചനയാണ്? അല്ലെ, ONV കുറുപ്പിൻ്റെയാണ്. ഇനി അനുവാദ് കിസ്നേക്ക്, അനുവാദ് ചെയ്തതാരാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഡോക്ടർ എസ് തങ്കമണി അമ്മ എന്നു നിങ്ങൾ എഴുതി വെക്കേണ്ടത് കേട്ടോ. ഇനി 76ാമത്തെ ക്വസ്റ്റ്യനാണ് കുമുദ് സരോവർ കഹാ ഹെ, എവിടെയാണ് ആ കുമുദ്, ആ ഒരു ആമ്പൽ കുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവാലയക്ക് നിൽക്കട്ടെ, അമ്പലത്തിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. പഴയ ദേവാലയം അരികിൽ ആമ്പൽക്കുളം, വഴിയിൽ പൂജാദ്രവ്യ വിൽപ്പനയ്ക്ക് ഓരോരോ കൂട്ടർ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മലയാളത്തിലെ കവിത. നല്ല കവിതയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറ്റുമെങ്കിൽ വായിക്കാം. 77ാമത്തെ മന്ദിർക്ക് ഇഷ്ടദേവ കാ ഇഷ്ട നൈവേദ്യ ക്യാ ഹെ, ആ ഒരു അമ്പലത്തിൽ ഇഷ്ടദേവൻ്റെ ഇഷ്ട നൈവേദ്യം എന്തായിരുന്നു? യെസ്, കുമുദ് ഫൂലായിരുന്നു, അമ്പൽപ്പൂവായിരുന്നു. കൺഫ്യൂഷനില്ലല്ലോ. ഇനി 78ാമത്താണ് കവിനെ ലഡ്കെ ലംബേ ഠണ്ടലോം കി തുലന കിസ്സേക്ക്, കവി ആ നീണ്ടു കിടക്കുന്ന അമ്പൽ വള്ളികളെ ഇങ്ങനെ എന്ത് പറയുന്നുണ്ട്? തുലന ചെയ്യുന്നുണ്ട് അല്ലേ, ഉപമിക്കുന്നുണ്ട്. അതെന്തിലോടാണ്? യെസ്, മൃത് ജല സാമ്പു ചെയ്സേ, മൃത് ചത്ത ജല സർപ്പം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ആമ്പൽപ്പൂവിൻ്റെ ആ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എന്നാണ്. മനസ്സിലായല്ലോ? യെസ്, കവിതയിൽ നിന്നൊക്കെ ആസ്വാദൻ ടിപ്പണിയാണ് കേട്ടോ പ്രതീക്ഷിക്കാൻ. അധികം ആസ്വാദന ടിപ്പണിയാണ് ചോദിക്കാറ്. പിന്നെ ഈ 1 വേർഡ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി 2 മാർക്കിനെ നോക്കാം. 79ാമത്തെയാണ് ലടുക്കീനെ കവിക്ക് സമ്മുഖാക്കർ ക്യാ പ്രാർത്ഥന കി, ലടുക്കി വന്നിട്ട് കവിയുടെ മുന്നിൽ നിന്നിട്ട് അപേക്ഷിക്കുന്നുണ്ട്. എന്താ അപേക്ഷിക്കുന്നത്? ലടുക്കീനെ കവി സെ പ്രാർത്ഥനാക്കി മേരേ ഹാത്ത് സെ ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ് ആ ഒരു പെൺകുട്ടി. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഹായ് മൂർച്ചാ രഹേ ദോ സുരമ്യ സുകോമൽ രൂപ് കോൺ കോൺ സേ ഹേ കേസേ ഹേ, അതായത് ഹേയ് വാടിയിരിക്കുന്നു 2 സുന്ദരമായ നല്ല കോമളമായ ഭുങ്കങ്ങളതാ വാടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കവി, ആരൊക്കെയാണ് ഈ പറയുന്നത് 2 കോമള അല്ലെങ്കിൽ സുന്ദരമായ മുഖങ്ങൾ എന്ന് പറയുന്നത്? ഫൂൽ ഒരു ലടുക്കി കച്ചഹര അല്ലേ, ആമ്പൽപ്പൂവിൻ്റെയും അതേപോലെ ആ പെൺകുട്ടിയുടെ മുഖവും. ദോനോ മുർച്ചായത്, 2ഉം വാടിയിരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി 81ാമത്തെയാണ് കേട്ടോ മക്കളെ. ഹേ ഫൂൽ തു അന്ന ഹേ ചോട്ടി ബഹൻകിലെ, ഹേ പൂവേ നീ അന്നമാണ്, ഭക്ഷണമാണ് ഈ സഹോദരിക്ക് എന്ന് പറയുന്നുണ്ട്. കവി സഖ്യവും കത്ത, എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറയാൻ കാരണം? അതേ, ഈ പൂ വിറ്റിട്ട് വേണ്ടി ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിക്കാൻ. അതെ, ഫൂൽ ഉസ് ലड़की के लिए अन्न है, അന്നാണ്. ഗരീബി കി കാരൻ ലടുക്കി ഫൂൾ പേച്ചുകർ അപ്പനെ പരിവാർ കെ അന്ന കാ പൈസ കമാത്തി ഹെ, ഈ പൂവ് വിറ്റിട്ടാണ് ആ ഒരു തൻ്റെ വീട്ടിലുള്ള ചിലവുകളൊക്കെ നടത്തുന്നത് അല്ലേ. അന്ന കാ പൈസ, ഭക്ഷണത്തിന് പൈസയൊക്കെ കിട്ടുന്നത് ഇത് വിറ്റിട്ടാണ് കേട്ടോ. ഇനി 82ാമത്തെയാണ് കവി ബിനാ ഫൂൽ ലിയേ ഖാലി ഹാത്ത് ആകെ ബഡ് ജാതാ ഹെ ക്യോ, കവി ഈ പൂവൊന്നും മേടിക്കാതെ അല്ലേ ശൂന്യമായ കൈകളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? യെസ്, കവിക്ക് റാമിയെ ഫൂൽ ഉസ് ലടുക്കി കെ ലിയെ അന്നെ, കവിയുടെ അഭിപ്രായത്തിൽ എന്താ, ഞാൻ എൻ്റെ കടമ ചെയ്തു, ഇനി ഇതിൻ്റെ അപ്പുറം ഇല്ല. കാരണം ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഉസ്കി ഭൂക്ക് മിട്ടാനേ സേ ഭടകർ കോയി പുണ്യകർമ്മനേ ഹെ, അവളുടെ വിശപ്പ് അകറ്റുന്നതിനുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിൽ പറം പുണ്യകർമ്മം ഇല്ല എന്നാണ് കവിയുടെ അഭിപ്രായത്തിൽ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, കവിയുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ. അതും തിരിച്ചു മേടിക്കാതെ ആ കുട്ടിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ ആര് പോയത്? ONV കുറുപ്പ് നടന്നു നീങ്ങിയത്. ഓക്കെ, കുമുദ് ഫുൽ ബീച്ചിനെ വാലിലടിക്കുക ഓക്കെ ആയില്ലേ നിങ്ങൾക്ക്? ഇതിൽ പറം കൂടുതലായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതൊക്കെ തന്നെയാണ് മക്കളെ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ ഭടുക്കാവുക പീർ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്മരണമാണ്.
രാജ്പുത് രാജയുടെ. നമുക്കൊന്ന് നോക്കാം അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാര്യങ്ങളൊക്കെ. ഓ ഭടുക്ക ഹുവാ പേർ കിസ് വിധാ കി രചന ഹേ, എന്ത് വിധിയാണ്? സംസ്മരൺ, ഓർമ്മക്കുറിപ്പാണ് അല്ലേ? ഓർമ്മക്കുറിപ്പ് നിങ്ങളൊക്കെ പണ്ട് ഓർമ്മക്കുറിപ്പൊക്കെ എഴുതിയിട്ടില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ? യെസ്. ഇനി ആരുടെയാണത്? അപ്പോൾ നമ്മൾ പറഞ്ഞു സംസ്മരൺ കിസ്നെ ലിഖ, ആരുടെയാണ്? രാജ്പുത് രാജാനെ. 85-ാമത്തെയാണ് ഗുൽമോഹർ ഖിൽത്തെ ദേഖർ ലേഖികാക്കോ കിസ്കി യാദ് ആത്തി ഹെ. ആ ഒരു എന്താ പറയുക, നമ്മുടെ ഗുൽമോഹർ വിരിയുന്ന അത് കണ്ടിട്ട് ആരെയാണ് നമ്മുടെ ലേഖികയ്ക്ക് ഓർമ്മ വന്നത് എന്നാണ്. ഭടുക്കെ ഉയേ പിർക്കി, അലഞ്ഞു തിരിയുന്ന ആ സന്യാസിയെ അല്ലേ? ഇനി 86-ാമത്തെ സ്കൂട്ടർ വാലെ കാ നാം ക്യാ പട് ഗയാ, എങ്ങനെയാണ് സ്കൂട്ടർ വാലെ അല്ലേ ഒരു ഏത് പേരിലാണ് അറിയപ്പെട്ടത് നമ്മുടെ സ്കൂട്ടർ വാലെ? ആ ഒരു മഷക് വാല സ്കൂട്ടർ, തോൾ സഞ്ചിക്കാരൻ സ്കൂട്ടർ എന്ന പേരിലാണ് അല്ലേ? ഒരു ഇരട്ടപ്പേര് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? യെസ്. 87-ാമത്തെയാണ് ലേഖികക്കോ സ്കൂട്ടർ വാല കിസാ ലഗ് ഗയാ, ലേഖികയ്ക്ക് അല്ലേ സ്കൂട്ടർ വാല എങ്ങനെയായിട്ടാണ് തോന്നിയത്? ലേഖികയ്ക്ക് തോന്നിയത് എങ്ങനെയാണ്? പീർ ജയ്സ, സന്യാസിയെ പോലെ എന്നാണ് അല്ലേ? മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ താല്പര്യം, അങ്ങനൊരു താല്പര്യം, ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സന്യാസിയെ പോലെയാണ് ആ ഒരു വ്യക്തി എനിക്ക് തോന്നിയത് എന്നാണ് നമ്മുടെ രാജ്പുത് രാജ് പറയുന്നത്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 88-ാമത്തെ ലേഖികാനെ സ്കൂട്ടർ വാലയ്ക്ക് തുലന ഗുൽമോഹർ സെ ക്യൂം കി, എന്തുകൊണ്ടാണ് ഗുൽമോഹറിൻ്റെ കൂടെയുള്ള ആ ഒരു തുലന ഉപമിച്ചത് നമ്മുടെ ലേഖിക? യെസ്, നമുക്കറിയാം ഗുൽമോഹർ ആ ഒരു മരം ഗർമിക്ക് മോസമേ, ചൂടുള്ള ആ ഒരു കാലാവസ്ഥയിൽ ഗുൽമോഹർ ദൂസറോക്ക് ചായ ദേത്താ ഹെ, മറ്റുള്ളവർക്ക് തണലേൽക്കുകയാണ് ചെയ്യുന്നത് ആര്? ആ ഗുൽമോഹർ. നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല റോഡ് സൈഡൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കും നല്ല ഭംഗിയായിട്ട്. സ്കൂട്ടർ വാല ഗർമിക്ക് സമയം പ്യാസോക്കോ പനി പിലാത്ത ഹെ, നമ്മുടെ ഇവരാണെങ്കിലോ സ്കൂട്ടർ വാലയാണെങ്കിലോ ചൂടുള്ള സമയത്ത് ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നു. അപ്പം എന്താണ് അപ്പോൾ കവി നമ്മുടെ ലേഖിക പറയാണ് ഇതുപോലെ തന്നെയാണ് 89-ാമത്തെ പോലെ തന്നെയാണ് നമ്മുടെ എന്താ സ്കൂട്ടർ വാല ചെയ്യുന്നത്? സ്കൂട്ടർ വാല ഗർമിക്ക് സമയം സ്കൂട്ടർ ചലാക്കർ പ്യാസവും കോ പനി പിലാത്താ. സ്കൂട്ടർ വാല എന്ത് ചെയ്യുന്നു? ആ ചൂടുള്ള സമയത്ത് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകണമെന്നു. ഓക്കെ, കഴിഞ്ഞു. 90-ാമത്തെയാണ് സ്കൂട്ടർ വാല കന്ന മഷക് വാല സ്കൂട്ടർ ക്യോം പടുക, എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂട്ടർ വാലയുടെ പേര് തൂൾ സഞ്ചിക്കാരൻ സ്കൂട്ടർ എന്നൊക്കെ പറയാൻ കാരണം എന്താ? എപ്പോഴും അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ സ്കൂട്ടർ വാലയ്ക്ക് ഗാഡി മേ ഹമേശ പാനി ഭരാ മഷക് ഹോത്താ ഹെ, വെള്ളം നിറച്ച് എപ്പോഴും ഒരു പാത്രം ഉണ്ടായിരിക്കും അല്ലേ? തോൾ സഞ്ചി ഉണ്ടായിരിക്കും. ഓ മഷക് സേ ദൂസറോങ്കോ പനി പിലാത്ത, തോൾ സഞ്ചിയിൽ നിന്ന് ആ ഒരു പാത്രത്തിൽ നിന്ന് ചെയ്യുന്നു മറ്റുള്ളവർക്ക് വെള്ളം നൽകണു. ഇസ്ലി ഉസ്കാനാം, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വരാൻ കാരണം മഷക് വാല സ്കൂട്ടർ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത 91-ാമത്തെയാണ് സ്കൂട്ടർ വാല കേസ് ഗ്രാജുവേറ്റ് ബൻക, എങ്ങനെയാണ് സ്കൂട്ടർ വാല ഒരു ബിരുദധാരിയായത്? ബിരുദധാരി ഏതെങ്ങനെയാണ്? ഗ്രാജുവേറ്റ് ഏതെങ്ങനെയാണ്? സ്കൂട്ടർ വാല ലോകോଙ୍କୁ പാനി പിലാത്തത്, അവരുടെ ജോലി, സ്കൂട്ടർ വാലിൻ്റെ ജോലി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വെള്ളം നൽകുക എന്നുള്ളതാണ്. ഇസ്കോ പുണ്യം നൽകുക, അതിൽ നിന്ന് പുണ്യം കിട്ടി എനിക്ക്, അതിൽ പറയുന്നുണ്ട് എനിക്ക് പുണ്യം കിട്ടി, ആ മറ്റുള്ളവരെ ഞാൻ സഹായിക്കുന്നതിന് പുണ്യം എനിക്ക് കിട്ടി. കാരണം എന്താ? ലോകോക്ക് പ്രാർത്ഥന സേവ ഗ്രാജുവേറ്റ് ബൻ ഗയ, ലക്ഷക്കണക്കിന് വരുന്ന അല്ലേ ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിന്നത് ആ ഒരു ഗ്രാജുവേറ്റായി മാറിയിരിക്കുന്നു. ഇനി 92-ാമത്തത് ലേഖികാക്കോ സ്കൂട്ടർ വാലയ്ക്ക് പീർ ജയ്സാ ലഗാ ക്യോം, എന്തുകൊണ്ടാണ് സ്കൂട്ടർ വാലയ്ക്ക് ഒരു സന്യാസിയെ പോലെ എന്ന് പറയുന്നത്? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ തന്നെയല്ലേ, ഭടുക്ക ഹുവാ പീർ എന്നാണ്. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം നമ്മുടെ ലേഖിക? യെസ്, സ്കൂട്ടർ വാല ദൂസറോଙ୍କୁ മുഫ്ത് പാനി പിലാത്തായി, സൗജന്യമായിട്ടാണ് വെള്ളം നൽകുന്നത് നമ്മുടെ സ്കൂട്ടർ വാലയ്ക്ക് നമ്മുടെ ലേഖിക. ഏക്ക് പുണ്യകർമ്മ ഹേ, ഇതൊരു പുണ്യകർമ്മം തന്നെയാണ്. ഇസ്ലി ലേഖികാക്കോ സ്കൂട്ടർ വാലയ്ക്ക് പീർ ജയ്സാ ലഗാ, അതുകൊണ്ടാണ് ലേഖിക സ്കൂട്ടർ വാല ഒരു സന്യാസിയെ പോലെയെന്ന് പറയാൻ കാരണം. 93-ാമത്തെ ക്വസ്റ്റ്യനാണ് സ്കൂട്ടർ വാല കേസി അപ്പനെ മൻ കെ ബാദ്ഷാ ബൻ ഗയ, എന്തുകൊണ്ടാണ് സ്കൂട്ടർ വാല തൻ്റെ മനസ്സെന്ത് പറയുന്നു? ആ മനസ്സാണ് ചക്രവർത്തി എന്ന് പറയാൻ കാരണം. അതാ പറയുന്നത്, നമുക്ക് വേറുള്ളവരുടെ ഓർഡർ അനുസരിച്ച് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂട്ടർ വാല കിസിക്ക് ആഖ്യാനുവർത്തി ഇന്ന ഹോക്കർ, ആരുടെ ഓർഡറും വേണ്ട. अपनी मर्जी से स्कूटर चलाता है, അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ സ്കൂട്ടർ ഓടിക്കുന്നത്. അവർ ദൂസറോക്കോ പാനി പിലാത്ത മറ്റുള്ളവർക്ക് വെള്ളം നൽകുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി. എൻ്റെ മനസ്സെന്ത് പറയുന്നോ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പോൾ എന്ത് മനസ്സ് പറയുന്നോ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. ഇനി 94-ാമത്താണ്
वो पूजा के लिए कहीं भी न बैठकर लोगों के दिल में जगह बनाता है. इस वाक्य का താത്പര്യ क्या है എന്നാണ് കേട്ടോ. ഇന്നത്തെ കാലത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം എന്താ, പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നില്ല അല്ലേ. ഞാൻ എൻ്റെ ജനങ്ങളെ എങ്ങനെ സേവിക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട വെള്ളം കൊടുത്തിട്ട് ജീവിക്കുന്നു, അതല്ലേ അതോക്ക് ദിൽമേ. അതാണ് പറയുന്നത്, സ്കൂട്ടർ വല്ല പരോപകാർക്ക് പുണ്യമാനത്. പരോപകാരമാണ് പുണ്യം, അതിൽ പരമൊന്നുമില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, മദത്ത് കർണ ചാഹിയെ. इसका कारण ഈശ്വർ की पूजा के समान ശ്രേഷ്ഠ. എങ്ങനെയാണോ ഈശ്വരന് പൂജ ചെയ്യുകയെന്ന് പറയുന്നില്ലേ, അതിനേക്കാളും ശ്രേഷ്ഠമാണ് എൻ്റെ കർമ്മം എന്ന് പറയുന്നത്. अपने कर्म से वो लोगों के दिल में आराध्य बन गया. കർമ്മം കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഒരു ആരാധനാപാത്രമായിട്ട് മാറുന്നത്. എവിടെയെങ്കിലും അമ്പലം പണിതിട്ട് അല്ലെങ്കിൽ പള്ളിയോ കാര്യങ്ങളൊക്കെ പണിതിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ഒരു ചെറിയൊരു കവിതയാണ് മക്കളെ, ആത്മിക ചെഹര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുംവർ നാരായൺജിയുടെ ചെറിയൊരു കവിത. അപ്പോൾ നോക്കി, ഈ കവിതകളൊക്കെ മക്കളെ ആസ്വാദനപ്പെടുകയും കാര്യങ്ങളൊക്കെ ചോദിക്കൂട്ടാ, നിങ്ങൾ മറക്കരുത്. ഒരുപാട് കവിതകൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ. ഒരു മാർക്കിൻ്റെയാണ് 95ാമത്. നോക്കി, ആത്മിക ചെഹര കിസ് പിതാ കി രചന ഹെ. ഇത് വിധയാണടാ കവിത, നോ കൺഫ്യൂഷൻ. ആത്മിക ചെഹര കിസ്കി രചന ഹെ ആരുടെയാണ്? കുംവർ നാരായൺജിയുടെ. അതും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കുംവർ നാരായൺജിയുടെ കവിതയാണ് ആത്മിക ചെഹര. ഇനി 97ാമത്തെ, കുലി പുക്കാർത്തെ സമയം കോൻ കവി കെ സാമനെ ആക്കർ ഖടാ ഹോ ഗയ. ആരാണ് കുലി എന്ന് വിളിച്ച സമയത്ത് ആരാണ് നമ്മുടെ കവിയുടെ മുന്നിൽ വന്ന് നിന്നത്? യെസ്, ഏക ആത്മി, ഒരു മനുഷ്യൻ. ആരാണ് ആ മനുഷ്യൻ? കൂലിയാണ്. കൂലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ അല്ലേ? കൂലിക്ക് വേണ്ടി വിളിക്കില്ലേ സാധനങ്ങളൊക്കെ ചുമക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ, ഈ പോർട്ടർമാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. നോക്കിയ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 98ാമത്തെ, കുലി കു ആത്മീ കെ രൂപമേ പഹചാൻ സെ പഹലെ ഉസ്കെ സാത്ത് കവി കി യാത്ര കെ സീതി. കൂലി ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ കവിയുടെ ആ ഒരു മനുഷ്യനെപ്പോഴുള്ള യാത്ര എന്ന് പറയുന്നത്? അതെ, കവി അപ്പനെ ശ്രേഷ്ഠ അവർ കുലി കൊത്തുച്ച് മാനത്തേത്. ഞാൻ വലിയ ശ്രേഷ്ഠനാണ്, ഞാൻ മഹാനാണ്. ആ കുലി കണ്ടോ, വെറും തുച്ഛൻ അല്ലേ, തുച്ഛനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇസ്ലി കവി കുലിക്ക് 10 കദം പീछे ചലത്ത. അതുകൊണ്ടാണ് കവി എവിടെയാണ് ഒരു 10 ചുവട് പിറകെ ആര് നടന്നത്? നമ്മുടെ കവി നടന്നത്. ഓക്കെ, അദ്ദേഹം മുന്നിൽ ഇങ്ങനെ നടന്നു, സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് അതിൻ്റെ 10 ചുവട് പുറകെ നമ്മുടെ കവി. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 99ാമത്തെ, കവി കുലിക്ക് 10 കദം പീछे ചലത്ത. അതാക്യോ. അതാണ് നേരത്തെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് 10 ചുവട് മുന്നേ പിറകിലിങ്ങനെ നടക്കാൻ കാരണം? അതെ, കവി സ്വയം മഹാനാണ്, ശ്രേഷ്ഠനാണെന്നും കുലിയെ ഒരു തുച്ഛമാണെന്നും കരുതിയതുകൊണ്ട് അല്ലേ. 100ാമത്തെ ക്വസ്റ്റ്യനാണ്, കവി കുലി കോ കേസെ പഹചാനത. അതാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കവി കുലിയെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ തിരിച്ചറിയുന്നത് കാരണം കുലിക്ക് ലാൽ കമീസ് വരും. കുലിയുടെ ഒരു യൂണിഫോം അവർക്കൊക്കെ ഉണ്ടല്ലേ, ലാൽ കമീസ് പറ, ചുവന്ന ഡ്രസ്സിൽ തൂങ്ങിക്കിടക്കുന്ന ടങ്കെ നമ്പർസെ, തൂങ്ങിക്കിടക്കുന്ന ഓരോരുത്തർക്ക് നമ്പറുണ്ട്. ആ നമ്പർ കൊണ്ടാണ് ഇപ്പോൾ ഒരു 12, 15 അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ 12 പോർട്ടർ വന്നേ, അപ്പോൾ ആ ഒരു നമ്പറിൽ നിന്നാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് കേട്ടോ. ആദ്യം അതാണ് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇനി 101ാമത്തെയാണ്, കവി കു ആത്മീ കച്ചഹര കവിയാത. എപ്പോഴാണ് കവിക്ക് ആ മനുഷ്യൻ്റെ മുഖം ഓർമ്മ വരാൻ? എപ്പോഴാണ്? അപ്പന സാമാൻ കൂത്തുട്ടാനെ പറയുന്നതാ, എൻ്റെ സാധനങ്ങൾ ഞാൻ സ്വയം ചുമന്നിരിക്കുന്നു, അപ്പോഴാണ് എനിക്ക് ആ മനുഷ്യൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നത്. ഇത്രത്തോളം ഭാരം ഉണ്ടായിരുന്നു, ഇത്രത്തോളം ആ ഒരു ജോലിക്ക് ഒരു കഠിനമായിട്ടുള്ള ജോലിയായിരുന്നു എന്ന് മനസ്സിലാവാൻ കാരണം. ഓക്കെ അല്ലേ, ആത്മീക ചെഹറ കവിതയിൽ നിന്ന് ഇത്രേ പറയാനുള്ളൂ. ഇന്ന് എല്ലാ കാര്യങ്ങളും ആയി. അതിൽ മെയിനായിട്ടുള്ള ആസ്വാദനപ്പണിയൊക്കെ നോക്കി വെച്ച് പോവുക. പിന്നെ ഈ ഇതുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക. അടുത്താണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ദവ അല്ലേ. ദവ ഒരു വ്യംഗ്യമാണ് അല്ലേ, നമ്മുടെ ഹരിശങ്കർ പ്രസാദ്ജിയുടെ. നമുക്ക് നോക്കാം. 1 മാർക്കിനെയാണ് 102ാമത്, ദവ കിസ് വിതാ കി രചന ഹെ. ദവ ഏത് വിധയാണെടാ? വ്യംഗ്യമാണ്, നോ ഡൗട്ട്. ദവാക്ക് ലേഖകോനെ ഇപ്പോൾ പറഞ്ഞു, ഹരിശങ്കർ പ്രസാദിയാണ് അതിൻ്റെ ലേഖകൻ എന്നുള്ളത്. കവി അനങ്ക് ജി കിസ് പാട്ട് കാ പാത്ര ഹെ. അത് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ, ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കവി അനങ്ക് ജി ഏത് ചാപ്റ്ററിലെ കഥാപാത്രമാണെന്ന്. ഏതാണ്? ദവേൻ്റെയാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ, ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് കേട്ടോ, അതിനപ്പുറമൊന്നും ഇല്ല.
ഇനി 2 മാർക്കിൻ്റെയാണ് 105-ാമത്തെ. അനങ്കുജിക്ക് പത്നിനെ ഡോക്ടർ സെ ക്യാ ബിൻതേക്ക്. അനങ്കുജിയുടെ പത്നി ഡോക്ടറോട് അപേക്ഷിച്ചു. എന്തപേക്ഷിച്ചു? യെസ്, അനങ്കുജിക്ക് പത്നിനെ ഡോക്ടർ സെ പ്രാർത്ഥനാക്കി. എങ്ങനെ അപേക്ഷിച്ചു? കുച്ച് ഏസി ദവാ ദേ ദേ, കുറച്ച് ഏതെങ്കിലും ഒരു മരുന്ന് കൊടുക്കൂ. ജിസസെ ഏ 5 ഘണ്ടെ ജീവിത രസയ്ക്ക്, ഒരു 5-6 മണിക്കൂറെങ്കിലും ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്നൊരു മരുന്ന് കൊടുക്കൂ എന്ന് അനങ്കുജിയുടെ പത്നി ഡോക്ടറോട് അപേക്ഷിച്ചു. കഥയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കാണാം കേട്ടോ. ഇനി 106-ാമത്തെയാണ്. അനങ്കുജിക്ക് പത്നിനെ അപ്പനെ പതിക്കോ 5 ഘണ്ടെ ജീവിത रहने के लिए ഡോക്ടർ സെ ക്യൂ പ്രാർത്ഥനയ്ക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ അപേക്ഷിക്കാൻ കാരണം എന്ന്? 5-6 മണിക്കൂറൊന്നും ജീവിച്ചിരിക്കുന്നു. കാരണം എന്താ? ഷാമിക്ക് ഗാഡി സെ ആനെ വാല അപ്പനെ ബേട്ടേ സെ മിൽനെ കെ ലിയെ. വൈകുന്നേരത്തെ വണ്ടിയിൽ മകൻ വരുന്നുണ്ട്. ആ മകന് തൻ്റെ അച്ഛന് ജീവനോട് കൂടി കാണണ്ടേ, അതിന് വേണ്ടിയിട്ട്. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ? യെസ്. 107-ാമത്തെയാണ്. മിത്ര की बात सुनते ही अनंगजी उठकर बैठ गए. इसमें कौन सा व्यंग्य है? തൻ്റെ മിത്രൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ അനങ്കുജി എണീറ്റിരിക്കുന്നുണ്ട് അല്ലേ? എന്താ അങ്ങനെ എണീറ്റിരിക്കുക? കാരണം ഇതിൽ എന്ത് വ്യംഗ്യാണുള്ളത്? അതേടാ, ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. മർത്തേ സമയ ഭീ മനുഷ്യ യശ് കെ ഭൂക്കെ ഹോത്തെ ഹേ. ആ ഒരു മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും തൻ്റെ യശസ് വർദ്ധിപ്പിക്കാനുള്ള അതിലിങ്ങനെ ദാഹിച്ച് വലഞ്ഞ് നടക്കുന്നവരായിരിക്കും മനുഷ്യന്മാരെന്ന് പറയുന്നത്. ഓ ജിന്ദഗി ബർ ഛൂട്ടി പ്രശംസ പസന്ദ് കർത്തെ ഹേ. ജീവിതത്തിലുടനീളം ഇനിയിപ്പോൾ മരിച്ച ആ ഒരു അവസ്ഥയിലായിക്കോട്ടെ, ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രശംസ അവർ മനസ്സിലാക്കില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവർ പ്രശംസിക്കുന്നത് അവരെ കളിയാക്കുക എന്നുള്ളത് അവർ മനസ്സിലാക്കണമെന്നില്ല അല്ലേ? കളിയാക്കിക്കൊണ്ട് എല്ലാവരും അവർ പൊട്ടന്മാരാകും, അവർ ജോക്കറാകും മറ്റുള്ളവരുടെ മുന്നിൽ. ആ ജോക്കറാവണത് അവർക്ക് മനസ്സിലാവണില്ല അല്ലേ? അതാണ് ജൂട്ടി പ്രശംസ പസന്ദ് കർത്തെ ഹേ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ മക്കളെ, അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പരം വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ 107 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ 15 ചാപ്റ്റേഴ്സ് നിന്ന് 107 ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഒരുപാട് വർഷങ്ങളായിട്ട്. അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നോ കേട്ടോ. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഇനി ഈ ചാപ്റ്റേഴ്സിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഡയറി, പത്ര, അതേപോലെ വിജ്ഞാപൻ, പോസ്റ്റർ, അനുവാദ, സംക്ഷേപണം, ഈ എല്ലാ ആസ്വാദൻ, ടിപ്പണി, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഹിന്ദി ഗുരു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പോയി എൻ്റെ മക്കൾ കാണാം. അത്രേ മിസ്സിന് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ഇതിൽ പരം വേറെ ഒന്നുമില്ല. മിസ്സ് പറഞ്ഞ തന്നെ പറയണമല്ലേ, ഇതിൽ പരം വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 107 ക്വസ്റ്റ്യനും മിസ്സ് ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ ഇതെന്നൊക്കെ എടുത്തിട്ടുള്ളത്. ठीक है? ओके मक्कले, धन्यवाद.